ഹലോ അമ്മേ, ഞാനാ ജയന. എന്താ മോനെ? മോന് സുഖല്ലേ? അമ്മ, എനിക്ക് കുട്ടികളോടൊന്ന് സംസാരിക്കണം. അതിന് അവരിവിടെ ഇല്ലല്ലോ മോനെ. അവര് ടൂറ് പോയ കാര്യം നിന്നോട് പറഞ്ഞില്ലേ? ടൂറ് പോയോ? എങ്ങോട്ട്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും 3-4 ദിവസം കഴിഞ്ഞേ അവര് വരുള്ളൂ. അമ്മേ, അവരെങ്ങോട്ടാ പോയെന്ന് അമ്മയോട് പറഞ്ഞില്ലേ? ഇല്ല മോനെ, അവർ തീരുമാനിച്ചു പോയി, അത്രേ എനിക്കറിയുള്ളൂ. എന്നാലും കുട്ടികളെ കൊണ്ട് പോയതല്ലേ? വഴിയിൽ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ നമ്മൾ അറിയണ്ടേ? അതൊക്കെ അവള് നോക്കിക്കോളും. എന്നാ വെക്കട്ടെ. ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. അവര് തമ്മിൽ എന്തൊരു ചേർച്ച അല്ലേ? എടി, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ? അതിന് നമ്മളെ പോലെ അവരും നല്ല കൂട്ടാവട്ടെടി. വേണ്ട, എന്റെ അമ്മ അങ്ങനെ വേറെ ആരോടും കൂട്ടുകൂടണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഓ, അപ്പുസി നീ വാ, നമുക്ക് കളിക്കാം. ഓർക്കുമ്പോ നല്ല തമാശ തോന്നുമല്ല. അതെ, അങ്ങനെ തന്നെ കണ്ടാ മതി. ഞാൻ അവിടെ പെണ്ണ് കാണാൻ വന്നിട്ടേ ഇല്ലെന്ന് കരുതുക. അപ്പൊ ഈ ചമ്മലങ്ങ് തീരും. നമ്മുടെ മക്കള് നല്ല സുഹൃത്തുക്കളാ, നമുക്ക് നല്ല സുഹൃത്തുക്കളാ. എന്താ അതല്ലേ നല്ലത്? ഇത്രയ്ക്ക് വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന ആളാണ് വൈശാഖനെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. എല്ലാം അനുഭവിച്ച ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാ. എന്താച്ചാ പിന്നെ കല്യാണം ആലോചിക്കണോ? ഹേ അല്ല മോളെ, ഞങ്ങള് തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല. ദാ ഈ അപ്പൂസിനും മാളുവിനും വേണ്ടി ജീവിച്ച് തീർക്കാൻ തീരുമാനിച്ച ജീവിതമാ ഈ ആന്റിയുടേത്. അവരുടെ സന്തോഷം നമ്മളായിട്ട് നശിപ്പിക്കണ്ട. അല്ല, മാളു എവിടെ? ഞങ്ങളുടെ കൂടെ അവിടെ നിൽക്കായിരുന്നു. മാളിച്ചേച്ചി സിന്നിച്ചേച്ചിയോട് പിണങ്ങിപ്പോയതാ. എന്തിന്? അമ്മ അങ്കിളിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന് സിന്നിച്ചേച്ചി പറഞ്ഞു. അതിനാ പിണങ്ങിയെ. ഈ കുട്ടികളുടെ ഒരു കാര്യം ചിന്നു, ഇനി ഈ കാര്യം മാളുവിനോട് സംസാരിക്കരുത്, മനസ്സിലായോ? അരുന്ധതി ഇവിടെ നിൽക്കുക, ഞങ്ങൾ നോക്കാം. വാ, നടക്ക. വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്തിനാ ഇങ്ങനെ പിണങ്ങുന്നത്? നമ്മൾ സന്തോഷിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. എന്തിനാ ചിന്നുവിനോട് മോള് പിണങ്ങിയത്? എന്റെ അമ്മേനെ ആർക്കും കൊടുക്കില്ല. അമ്മ ആരും കല്യാണം കഴിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. മോളെ, അമ്മ ഈ ജന്മത്ത് നിങ്ങളെ വിട്ട് മറ്റെവിടെയും പോവില്ല, പോരെ? നിങ്ങളല്ലാതെ മറ്റാരും ഇനി ഈ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. അതിനുള്ള എല്ലാ വാതിലുകളും അമ്മയായിട്ട് തന്നെ അടച്ചു കഴിഞ്ഞു. അതുപോലെ എന്റെ മോൾക്ക് അമ്മയ്ക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ. അത് എന്റെ മക്കളാ. അമ്മയെ തിരിച്ചു കൊടുക്കാന്ന് ഞാൻ അച്ഛനോട് പറയട്ടെ അമ്മേ? വേണ്ട മോളെ, അമ്മയ്ക്കിനി ആരും വേണ്ട. നിങ്ങൾ മാത്രം മതി, നിങ്ങൾ മാത്രം. എന്റെ ഭഗവതി, എന്റെ നടു ഒടിഞ്ഞു. എത്ര ദിവസമായി ഒരു ജോലിക്കാരെ വെച്ച് വരാൻ ഞാൻ കിടന്ന് കെഞ്ചുവാ. ഇങ്ങനെ പോയാ വലിയ താമസമില്ലാതെ എന്റെ ശ്വാസം ഉടനെ മേലോട്ടെടുക്കും. കുഞ്ഞമ്മേ, മോളെ, നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ? വീണ് നടു ഉളുക്കിയിരിക്കല്ലേ? കുഞ്ഞമ്മ എന്തിനാ ഇത്രയും തുണി എടുത്തിട്ട് അലക്കുന്നേ?
രാവിലെ തുടങ്ങിയതാണല്ലോ. നിനക്കത് പറയാം. ചെയ്തില്ല പിന്നെ നിന്റെ നായരുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേക്കണ്ടേ? വയസ്സുകാലത്ത് എന്റെ ഒരു ഗതികേടേ. ഇടി മോളെ, അവനോട് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. നീ ഒരു ജോലിക്കാരിയെ വെച്ചതാ, ശമ്പളം നീ അങ്ങ് കൊടുത്താ പോരെ? എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? ജയേട്ട സമ്മതിക്കാതെ എനിക്കൊരു ജോലിക്കാരിയെ വെക്കാൻ പറ്റില്ല കുഞ്ഞമ്മ. ഓ, ആ സുഗന്ധിയെ പറഞ്ഞു വിട്ടതിന്റെ ദേഷ്യം ജയേട്ടൻ ഇതുവരെ മാറിയിട്ടില്ല. കുഞ്ഞമ്മ തന്നെ ജയേട്ടനോടൊന്ന് പറഞ്ഞു നോക്ക്. ഓ, എന്താ ജമന്തി കുഞ്ഞമ്മയുടെ പ്രശ്നം? പുതിയ ജോലിക്കാരി വെക്കണം? ഏയ്, ഞാൻ പറഞ്ഞിട്ട് ആരെയും വെക്കണ്ട. ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലിയൊക്കെ അല്ലേ ഉള്ളൂ, അല്ലേ മോളെ? പിന്നെ എനിക്ക് വയസ്സൊക്കെ ആയില്ലേ. നിന്റെ അമ്മയായിരുന്നെങ്കിൽ നീ അവരെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുവോ? ആര് പറഞ്ഞു കുഞ്ഞമ്മയുടെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ? ഓരോന്ന് ചെയ്തു വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. കേട്ടോടി അവൻ പറഞ്ഞിട്ട് പോയത്. അതിന് കുഞ്ഞമ്മ എന്തിനാ ആരെയും വെക്കണ്ടെന്ന് പറഞ്ഞത്? പേടിച്ചിട്ടാടി, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ അവൻ വണ്ടിക്കൂലി തന്നെ പറഞ്ഞു വിടും. ലേഖയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നടുവിന്റെ വേദനയൊക്കെ മാറിയോ? ഒന്നും പറയണ്ട വെറുതെ. എന്നെ തള്ളിയിട്ട് നടു ഓടിച്ചതേ ആ പിള്ളേര് രണ്ടും കൂടി. അതെ, അറിഞ്ഞോ? മാളൂന് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അർജുൻ പറഞ്ഞതാ. ഏട്ടത്തിന്റെ അടുത്ത് പോവാനുള്ള ബുദ്ധിയായിരുന്നു അസുഖത്തിന് പിന്നിൽ. അത് ശരി. അവളിങ്ങ് തിരിച്ചു വരട്ടെ, വച്ചിട്ടുണ്ട് ഞാൻ അവക്ക്. ഇടി മോളെ, ഇക്കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അങ്ങനെ നീട്ടി വെക്കരുത്. അപ്പൊ തന്നെ ചോദിക്കണം. നീ ആ ഫോൺ എടുത്ത് ഞാറക്കലോട്ടൊന്ന് വിളിച്ചേ. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? വിളിച്ച് നല്ല 4 വർത്താനം പറയുമ്പോ തീരും അമ്മയുടെ മക്കളുടെ എല്ലാ സൂക്കേടും. വിളിക്കങ്ങോട്ട്. വിളിക്കാൻ ഭയങ്കര ആക്കൊന്ന് ഇങ്ങോട്ട് താ, ഞാൻ വിളിക്കാം. വിളിക്കടി. ഹലോ, ആരാ? ഇത് ഞാനാ, ലേഖയാ. ആ, എന്താ മോളെ? കുട്ടികളൊക്കെ എവിടെയാച്ചാ? അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും ചേട്ടനും ഭയങ്കര സങ്കടത്തിലാ. മാളൂനൊന്ന് ഫോൺ കൊടുക്കുവോ? അയ്യോ മോളെ, അവര് അമ്മയും മക്കളും ഇവിടെ ഇല്ല. അവര് 2 ദിവസത്തേക്ക് ഒരു ടൂർ പോയതാ. ഓ, അത് ശരി. അപ്പോ കൊച്ചുമോൾക്ക് നന്നായിട്ട് അഭിനയിക്കാനും അറിയാം അല്ലേച്ചാ? അതല്ല മോളെ, ഒരുപാട് നാളായില്ലേ ഇങ്ങനെ അമ്മയും മക്കളോട് ഒത്തുകൂടിയിട്ട്. അതിനൊരു സാഹചര്യം ഒത്തു വന്നപ്പോ അവരൊരു 2 ദിവസത്തേക്ക് പോയെന്നേ ഉള്ളൂ. മോൾ അതിൽ വിഷമമൊന്നും വിചാരിക്കണ്ട. എനിക്കെന്ത് വിഷമം? പക്ഷേ സ്കൂളില് ബോധം കെട്ട് വീണത് മുതൽ അവള് നടത്തിയ അസുഖത്തിന്റെ അഭിനയം എനിക്ക് മനസ്സിലായിന്ന് അവളോട് അച്ഛനൊന്ന് പറഞ്ഞേക്കും. അത് മോളെ, ഇങ്ങനെ തന്നെ മോളെ. അമ്മയ്ക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. മോള് കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ വിളിച്ചതിൽ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ പെറ്റതള്ളയുടെ കൂടെ മക്കൾ 2 ദിവസം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതോ അവരൊരുമിച്ചൊരു യാത്ര പോകുന്നതോ തടയാൻ നമുക്ക് അവകാശമില്ല മോളെ. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെ മുറിച്ചു മാറ്റിയാ മുറിയുന്നതുമല്ല. ശരി മോളെ, അവര് വന്നിട്ട് വിളിക്കാം. ഇത്തിരി കൂടിപ്പോയോ മാരതി? ഒട്ടും കൂടിയിട്ടില്ല. പക്ക ക്രിമിനൽ ബുദ്ധിയാ ആ പെണ്ണിന്റെ. അവളിങ്ങോട്ട് വരട്ടെ, ഇതിനുള്ള മറുപടി അവൾക്ക് ഞാൻ തന്നെ കൊടുക്കണം മോളെ, കൊടുക്കണം. അഭിനയിക്കാൻ മക്കളെ പഠിപ്പിച്ചത് അച്ഛനോ അമ്മയോ? നന്നായിട്ടുണ്ട് മോളുടെ അഭിനയം. ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞാൽ ഞാൻ എന്ത് മനസ്സിലാക്കാനാ? സ്കൂളിൽ ബോധം കെട്ട് വീണതും രോഗം അഭിനയിച്ചതുമെല്ലാം അച്ഛനോട് മകള് പറഞ്ഞിട്ടുണ്ടോന്നാ എനിക്കറിയേണ്ടത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാനത് അന്വേഷിച്ചതുമില്ല. അപ്പോ അവര് ടൂർ പോയതോ? അതും അറിയില്ലായിരുന്നു. അതറിഞ്ഞു. ഹാ, അത് ശരി. അപ്പോ അറിഞ്ഞു വെച്ചിട്ടാ എന്നോട് പറയാതിരുന്നതല്ലേ?
എന്റെ നടുവടിച്ചതിന്റെ സന്തോഷത്തിലാണോ അവര് ടൂർ പോയത്? എന്താ ജേട്ടനൊന്നും പറയാത്തെ? ലേഖേ, ഇതൊക്കെ കുട്ടികളുടെ കുസൃതിയായിട്ട് കാണാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ടും ലേഖ ഇതിനെ വലുതാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതോ നീ പറയുന്നത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കും എന്നുള്ള തോന്നലുണ്ടായിട്ടാണ്? ദേ, നീ വലിയ വക്കീലൊക്കെ ആയിരിക്കും, അതൊക്കെ അങ്ങ് കോടതിയിൽ. ഇവിടെ നീ ശങ്കരാലയത്തിലെ ജയകൃഷ്ണന്റെ ഭാര്യ മാത്രമാണ്, അത് മറക്കരുത്. ഭാര്യ, ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് നിങ്ങൾക്കറിയോ? ഒരു ഭാര്യയുടെ എന്തെങ്കിലും ഒരു അവകാശം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? ലേഖേ, നീ അതിര് കിടന്ന് സംസാരിക്കരുത്. അതിന് അവസരം ഉണ്ടാക്കിയത് നിങ്ങളാ. ചേട്ടാ, ഭർത്താവിന് ഭാര്യയെ വഴക്കു പറയാം, ഉപദേശിക്കാം, തെറ്റ് ചെയ്താൽ മാത്രം. അതിനവകാശം ഏത് ഭർത്താവിനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. പക്ഷെ ആ ഭർത്താവ് സ്വന്തം കടമ നിർവഹിക്കുന്നവനായിരിക്കണം. ഒരു പെണ്ണിന്റെ അവകാശങ്ങളെ അംഗീകരിക്കുന്നവനായിരിക്കണം. ഇതുവരെ ഇതൊന്നും ജേട്ടൻ എനിക്ക് അംഗീകരിച്ചു തന്നിട്ടില്ല. ഉണ്ടോ? അപ്പൊ പിന്നെ എന്നെ ഉപദേശിക്കാൻ ജേട്ടന് അവകാശമില്ല. വക്കീലായ ഭാര്യ ഭർത്താവിനെ ഗാർഹിക പീഡനത്തിന് ജയിലിലാക്കിയെന്ന് നാട്ടുകാര് പറയുന്നതും പത്രത്തില് വാർത്ത വരുന്നതും ഒക്കെ വല്ലാത്ത നാണക്കേടാ ചേട്ടാ. എന്നെ അതിന് നിർബന്ധിക്കരുത്. കൊള്ളാടി മോളെ, നീ കലക്കി. ഇങ്ങനെ തന്നെ വേണം. ഇനി ഒരു നിമിഷം പോലും അവൻ ഒരു സമാധാനവും കൊടുക്കരുത്. പറഞ്ഞത് കുറച്ച് അധികമായി പോയെന്നോ എന്റെ സംശയം? ഇല്ലില്ല, ഇത് കറക്റ്റാടി. ഈ അളവിന് ദിവസവും കൊടുത്തോണ്ടിരുന്നാ മതി, അവൻ താനേ ശരിയായിക്കോളും. ഇനി ഇതിന്റെ ബാക്കി കൊടുക്കേണ്ടത് അവൾക്കാ, അരുന്ധതിക്ക്. മാളു, എനിക്ക് ഇങ്ങോട്ട് ഹലോ, എനിക്ക് മാളുവിനോടൊന്ന് സംസാരിക്കണം. അവള് ദൂരെ കളിക്കുക. എന്തായാലും എന്നോട് പറഞ്ഞാ മതി. അത് പറ്റില്ലല്ലോ അരുന്ധതി. അവളോട് പറയേണ്ടത് നിന്നോട് ഞാൻ എങ്ങനെ പറയാ? നീ അവക്ക് ഫോണൊന്ന് കൊടുത്തേ. ഓ, വക്കീലിന്റെ ഉത്തരവല്ലേ, കൊടുക്കാം. മോളെ, മാളു, ഒന്നിങ്ങ് വന്നേ. വേണോ? ദേ, വക്കീലമ്മ വിളിക്കുന്നു, സംസാരിക്ക. ഹലോ വക്കീലമ്മേ. നിന്റെ അസുഖമൊക്കെ തീർന്നോടി? എല്ലാം നിന്റെ അഭിനയമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. എല്ലാവരെയും പറ്റിച്ചെന്ന് നീ വിചാരിക്കണ്ട. നീ ഇങ്ങോട്ട് തന്നെ വരുന്നെന്ന് ഓർത്തോ. ലേഖേ, കുട്ടികൾ അങ്ങോട്ട് വരുന്നില്ലെങ്കിലോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കുട്ടികളെ ഭീഷണിപ്പെടുത്താവുന്ന ലേഖ വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ മക്കള് എന്റെ കൂടെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അതോടെ അവസാനിക്കുമല്ല. മനസ്സിലായോ? നിങ്ങൾ അമ്മയും മക്കളും എങ്ങനെ വേണമെങ്കിലും സന്തോഷിച്ചോ, എനിക്കൊരു പരാതിയില്ല. പക്ഷെ അവധി ആഘോഷിക്കാൻ എന്റെ ഭർത്താവിനെ കൂടി കൂട്ടി വിളിക്കരുത്. അതുകൊള്ള സ്വന്തം ഭർത്താവിനെ നിനക്ക് വിശ്വാസമില്ലാത്തത് എന്റെ കുറ്റമല്ല. നിന്റെ ഭർത്താവിനെ സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ് ലേഖേ. പിന്നെ എന്റെ മക്കൾക്ക് അവരുടെ അച്ഛനെ കാണണമെന്ന് തോന്നിയാൽ അവര് വിളിക്കും, കാണും. അതില് മറ്റാർക്കും ഒരു റോളും ഇല്ല. എനിക്കും നിനക്കും ഒന്നും അതിലിടപെടാൻ ഒരവകാശവും ഇല്ല. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം നിനക്ക് മനസ്സിലായോ? അപ്പൊ വെക്കട്ടെ. അമ്മേ,
വക്കീലമ്മ എന്താ പറഞ്ഞേ? അതോ അത് വക്കീലമ്മ നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന്. എന്ത് സമ്മാനം? അതൊക്കെ നേരിട്ട് ചെന്നങ്ങ് വാങ്ങിച്ചാ മതി. ഇപ്പൊ നമ്മുടെ സന്തോഷം നശിപ്പിക്കാൻ ആരെയും നമ്മൾ സമ്മതിക്കില്ല. ചെല്ല, മോള് പോയി കളിച്ചു. ചെല്ലു മോളെ. എന്നാലും അവൾ ഇത്രയും അഹമ്മദ് കാണിച്ചല്ലോടി മോളെ. എല്ലാ അഹമ്മദിയും ഉടനെ തീരും കുഞ്ഞമ്മേ. അതിനുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട്. അയ്യോ മക്കളെ സൂക്ഷിച്ച് വീഴും. മക്കളെ പതുക്കെ. അപ്പൂസ നടക്കിടല്ലേ. ചിന്നു അപ്പൂസ വാ മോളെ. കുറച്ചേരം കൂടെ നിൽക്കാച്ചാ, എനിക്ക് മതിയായില്ല. അമ്മേ കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അമ്മേ ചിന്നു വാ, നമുക്ക് കളിക്കാം. മാളു അപ്പൂസ സൂക്ഷിച്ച്. ചിന്നു താ, എനിക്ക് താ. ഇത് കൊള്ളാം. അവളുടെ പഴയ കെട്ടിയോൻ എന്നെ ഇത് അയച്ചു കൊടുക്കാം. ഇത് കാണുമ്പോ അവനൊരു സന്തോഷം കിട്ടട്ടെ. ചങ്ങാതി ആ ഫോണിൽ ചെന്ന്. ഫോണോ? ഏത് ഫോൺ? ആരുടെ ഫോൺ? താനെന്തോടോ ഉണ്ടാഴ്ച കാണിക്കണോ? തെണ്ടിത്തരം കാണിക്കുന്നതിനൊരു മര്യാദയൊക്കെ വേണം. മര്യാദയ്ക്ക് നീ ഇപ്പൊ എടുത്ത ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണോ? മര്യാദയ്ക്ക് നടക്കുന്നവരുടെ ഫോട്ടോ ഇടും. അല്ലടാ നിനക്കൊക്കെ നല്ല തല്ലിന്റെ കുറവാ. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ. ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ മര്യാദയ്ക്ക് പറഞ്ഞ കേൾക്കത്തില്ല. അയ്യോ എന്റെ അച്ഛൻ. ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാനല്ലോ പറഞ്ഞേ. തന്നോട് പറഞ്ഞ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് നിന്നെയൊക്കെ ഉണ്ടല്ലോ. ആ ഫോണിഞ്ഞ് തരാനല്ലടാ പറഞ്ഞേ. തരാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തോണ്ടല്ലോ. എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? സർ ഞങ്ങൾ ഇവിടെ നിന്നപ്പോ ഇവർ അനാവശ്യമായിട്ട് ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. നീയൊക്കെ മര്യാദയ്ക്ക് പോകുന്ന ഫാമിലി ആക്ഷേപിക്കും അല്ലടാ. ഫാമിലിയോ? ആരുടെ ഫാമിലിയോ സാറേ? ഇവള് ഇവന്റെ ഭാര്യയൊന്നും അല്ല സാറേ. ഏതോ സെറ്റപ്പ് കേസാ ഇത്. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. അടിക്കാനും ചവിട്ടാനും നീ ആരടി? സാറേ സ്ത്രീകളെ കയറി എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് ഏത് നിയമത്തിലാണ് പറഞ്ഞേക്കുന്നത്? ഓഹോ, നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വന്നേക്കാണോ? എവളാരാടാ? നിന്റെ ഭാര്യയാണോ? എന്റെ ഭാര്യയൊന്നുമല്ല, പക്ഷെ ഞാൻ കല്യാണം ആലോചിച്ച പെണ്ണ ഇത്. ഇത് ഞങ്ങളുടെ മക്കളും. ഞങ്ങൾക്കൊരുമിച്ച് ഈ റിസോർട്ടിൽ വരാൻ ആരുടെ അനുമതിയാണ് വേണ്ടത്? സാറ് ചുമ്മാതങ്ങ് പേടിപ്പിക്കല്ലേ. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ഇവരാ തെറ്റ് ചെയ്തത്. സാർ ആ മൊബൈൽ വാങ്ങിച്ച് അതങ്ങ് ഡിലീറ്റ് ചെയ്യും. ആദ്യം നിയമം നടക്കട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. സാറേ ഇയാൾ ചുമ്മാ പറയുക. ഞാൻ ഇവരുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ആ ഫോണിങ്ങാടാ. നിന്റെ കയ്യിലിരിക്കുന്ന ആ ഫോൺ തരാൻ. ഇതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. എവിടെയാടാ ഇവരുടെ ഫോട്ടോ? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഇവരുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. സർ ഇവൻ അത് ഡിലീറ്റ് ചെയ്ത് കാണും. എനിക്ക് ഇവനെ നേരത്തെ അറിയാം. പണ്ടും ഇവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓ അത് ശരി. അപ്പൊ പഴയ കേസാ. എന്റെ സാറേ ഇവളത്ര പുണ്യാളത്തെ ഒന്നും അല്ല. ഭർത്താവിനെ പിള്ളേരെ കളഞ്ഞിട്ട് വേറൊരുത്തന്റെ കൂടെ പോയി. ഒടുവിൽ അവനെ ആരാണ്ട് തീ വെച്ച് കൊല്ലുകയും ചെയ്തു. ഇപ്പൊ ദേ അടുത്തവനെ റെഡി ആയിക്കൊണ്ട് വന്നിരിക്കുക. സാറ് ചോദിച്ചാട്ടെ. തോന്നിയ ദിവസം പറയുന്നു. നീ ആരാടാ? ഈ നാട്ടിലെ മൊത്തം പെണ്ണുങ്ങളെ സംരക്ഷകനോ അതോ സദാചാര പോലീസോ? പോടാ, മര്യാദക്ക് പോവാൻ. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ട ചവിട്ടി ഞാൻ എല്ലൊടിക്കും. പോടാ, നമുക്ക് കാണാം. എടാ ഇനി നീ വാങ്ങിക്കും. പോടാ, പോകാൻ. നിങ്ങളും പൊയ്ക്കോ. നോക്കിയും കണ്ടുമൊക്കെ നടന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ളവന്മാർ ഇനിയും വന്ന് ഇടങ്ങാറുണ്ടാക്കും. പാടും. അതെ, അവൻ ഫോട്ടോ എടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണോ? അത് കണ്ടതുകൊണ്ടാ ഞാൻ അവരെ വന്ന് പിടിച്ചത്.
അവരത് ഡിലീറ്റ് ചെയ്ത് തന്നെയായിരിക്കോ? അതോ അത് വെച്ച് അവരെന്നെ എന്തേലും ചെയ്യോ? ഹേയ്, അവരത് ഡിലീറ്റ് ചെയ്തെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പോലീസുകാരെ നോക്കിയപ്പോ കാണണ്ടേ? എന്തായാലും നോക്കാം. വാ വാ മോളെ. നീ ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തു? എവിടെ? ഞാൻ ആ പോലീസുകാരനെ കാണിച്ച ഫോൺ വേറെയാടാ. ദാ കണ്ടോ, ഇതാണ് ഒറിജിനൽ. ഇതാ ആ ഫോട്ടോസ്, നോക്ക്. അത് പൊളിച്ചു. അല്ല, നീ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? ഇത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാദ്യം കാണേണ്ടത് അവളുടെ പഴയ കെട്ടിയോൻ തന്നെ. അപ്പൊ പിന്നെ അവന് തന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കും. നല്ല ഉഗ്രം ഫാമിലി ഫോട്ടോ അല്ലേടാ?